സിനിമ മുഴുവനും ഒരു മാസ്മരിക ലോകമാണെങ്കിലും മനുഷ്യഗന്ധിയാണല്ലോ, മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ് എന്നൊരു ഫീലിംഗ് ആണ്. ദ്രോണാചാര്യന് ഗുരുദക്ഷിണ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നോളജ് എക്സ്പ്ലോസീവ് വേൾഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റോറീസിലൂടെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു വേൾഡുണ്ട്, ഇന്നർ വേൾഡുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ലേഡി വിത്ത് ദ വിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്ത്രീ സമൂഹത്തെയാണ് ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. വിങ്സ് എന്ന് പറയുന്ന അവളുടെ മുറിവുകളിൽ നിന്ന് അവൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ചിറകാണ്. ദിസ് ഈസ് വാട്ട് ഐ ആം സപ്പോസ് ടു ഡു, ദിസ് ഈസ് മൈ ലൈഫ്. അതായത് ഷേക്സ്പിയർ പറയുന്ന പോലെ ഗോയിങ് ബിഹൈൻഡ് ദി കർട്ടൻ. അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറ്റ് ദി സെയിം ടൈം ഈ ജീവിതത്തെ ആസ്വദിക്കുക. അമ്മ ഒരുപാട് അറിഞ്ഞൊരു മകനാണല്ലേ? എൻ്റെ ഒരു സോൾമേറ്റ് ആണ് അവൻ. നമസ്കാരം. പുതുമയെ ഇരുകയും നീട്ടി സ്വീകരിക്കാനുള്ളവരാണ് മലയാളി പ്രേക്ഷകരൊക്കെയും. മലയാള സിനിമാ ശാഖയിലേക്ക് ഒരു പുതു സംവിധായിക കൂടി വരികയാണ്. സംവിധായിക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സിനിമയുടെ പിന്നണിയിൽ തിരക്കഥാകൃത്താകാം, ഒരു വേള അവർ അഭിനേത്രി ആയിരിക്കുന്നു, കഥയുടെ പശ്ചാത്തല സംഗീതം, സിനിമയുടെ സംഗീതം, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് സിനിമയെ ഈ അടുത്ത ആഴ്ച നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കലാകാരി. സോഫി ടൈറ്റസ് എന്ന ഒരു സംവിധായിക കൂടി മലയാള സിനിമ ചരിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ചരിത്രങ്ങളും സിനിമയുടെ പിന്നാമ്പുറത്തുള്ള മറ്റ് എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് അവർ. നമുക്ക് സോഫി ടൈറ്റസിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. സിനിമ എന്ന് പറയുന്ന ഒരു വലിയൊരു ശാഖയിലേക്ക് കടന്നു വരാൻ തുടങ്ങുകയാണ്. എന്താണിപ്പോൾ തോന്നുന്നത് സത്യത്തിൽ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഹാവിങ് മീ ഹിയർ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് താങ്ക്സ്. എന്താണ് ഫീലിംഗ് എന്നോ? അതെ, ഐ ഫീൽ വെരി പ്രൗഡ്. കാര്യം ഇതിവിടെ വരെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ പല കടമ്പകളും കടന്നാണ് എത്തേണ്ടത്. അപ്പോൾ ഇതുവരെ എത്തുക, ഒരു സെൻസറിങ് വരെ എത്തുക എന്നുള്ളത് ഒരു വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഓരോ സ്റ്റേജിലെത്തുമ്പോഴും ഓരോ സ്റ്റെപ്പും മറികടക്കുമ്പോഴും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് വരും. ടെൻഷനല്ല, ആക്ച്വലി ഇറ്റ് വാസ് എ മോട്ടിവേഷൻ. ഇപ്പോൾ വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അക്കംപ്ലിഷ്മെൻറ്റിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഓക്കെ, ഡൺ, ഐ ഹാവ് ഡൺ സംതിങ് ഗ്രേറ്റ്. ഫോർ മീ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് അക്കംപ്ലിഷ്മെൻറ്റ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു ഗുരുവും കൂടെ ഉണ്ടാവുമല്ലോ. എല്ലാത്തിനും ഒരു മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടില്ലെങ്കിൽ മനസ്സാ ഒരു ഗുരുവെങ്കിലും കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആക്ച്വലി കുഞ്ഞുനാൾ മുതലേ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരു ശീലമുണ്ട്, എസ്പെഷ്യലി ബോളിവുഡ്, ഹോളിവുഡ്. അതിനകത്ത് എനിക്ക് കൂടുതൽ നോർലാൻഡ് സിനിമകളാണ് ഇഷ്ടപ്പെട്ടത്. പുള്ളിയുടെ ഒരു അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റാണ്. ക്രിസ്റ്റഫർ നോർലാൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഗുരു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കാണുന്ന പല സിനിമകളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പല ഡയറക്ടേഴ്സ് അവരുടേതായ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ, സോങ്സ്, പണ്ടത്തെ ലിറിക്സുകൾ, ഭയങ്കര മീനിങ് ഫുള്ളായിട്ടുള്ള ലിറിക്സുകൾ. സിനിമ മുഴുവനും ഒരു മാസ്മരിക ലോകമാണെങ്കിലും മനുഷ്യഗന്ധിയാണല്ലോ, മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ് എന്നൊരു ഫീലിംഗ് ആണ്. അപ്പം ഗുരു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഓരോ സ്റ്റേജുകൾ, 5 വർഷം 10 വർഷം, ഓരോ വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും ലൈഫിൽ വരുന്ന ഓരോ ലെസൺസ്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കഥകൾ, മുത്തശ്ശി കഥകൾ തൊട്ട് വെള്ളിത്തിര വരെയുള്ള കഥകൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തുവായാലും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഗുരു എന്ന് പറയുമ്പം ഇപ്പോഴും നമുക്ക് ഗുരുദക്ഷിണ കൊടുക്കാതെ കാണാൻ പറ്റുന്നത് ഗൂഗിൾ ഏകലവ്യന്മാരാണ്. നമ്മൾ ഗൂഗിള് ദ്രോണാചാര്യന് ഗുരുദക്ഷിണ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നോളജ് എക്സ്പ്ലോസീവ് വേൾഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വി ആർ വെരി പ്രിവിലേജ് ടു ബി ഇൻ ദിസ് ടൈം. ഈ ഒരു ടൈം ഭയങ്കര ക്രൂഷ്യൽ, വളരെ നല്ലതാണ്.
എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മൊമെൻറ്റ്സ് ആണ്, ഒരു ടൈമാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. കാര്യം നോളജ് എക്സ്പ്ലോഷനാണ്. വേറെ ഈസ് ദർ നമ്മൾ എന്ത് ചെന്നാലും ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് അപ്രോച്ചബിളാണ് എല്ലാ കാര്യങ്ങളും. അപ്പം ഇത് ഒരു ഗ്രേറ്റ് ടൈമാണ്. ഇറ്റ് ഈസ് വി ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഗുരുദക്ഷിണ കൊടുക്കാതെ ഒരു സിനിമയിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. അതെ. മലയാള സിനിമ എങ്ങനെയാണ് മാഡത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? മലയാള സിനിമ സ്വാധീനിച്ചിട്ടുള്ളത്, ഞാൻ ആക്ച്വലി ട്രെയിൻഡ് ഒരു 2-3 കോഴ്സുകളൊക്കെ ചെയ്തു. ഒരു ബ്രിട്ടീഷ് കോഴ്സ് ചെയ്തു, പിന്നെ എറണാകുളത്ത് വന്നൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചു, ഡയറക്ഷൻ കോഴ്സ് പഠിച്ചു. ഇതൊക്കെ പഠിച്ചെങ്കിലും നമ്മൾ ക്യാമറ എടുക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്. പിന്നെന്താ ചോദിച്ചാൽ എങ്ങനെയാണ് മലയാള സിനിമ സ്വാധീനം? മലയാള സിനിമ മുഴുവനും സ്വാധീനിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു അരവിന്ദിൻ്റെയൊക്കെ സിനിമകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ ഡീപ്പ് മീനിങ് ഇൻ ഇറ്റ്. ഞാൻ കാണുന്ന ഒരു സിനിമയിൽ ഒരു ബഹളം ടൈപ്പിനപ്പുറം ഒരു ഇൻറ്റേർണൽ മീനിങ്, വാട്ട് ഈസ് ദ മീനിങ് ഇൻ ദാറ്റ്. ഓരോ മൂമെൻറ്റിലും നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് വൈ ഐ ആം ബിഹേവിങ് ലൈക്ക് ദിസ് എന്ന് നമുക്കൊരു ചോദ്യം. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പിന്നെ നമുക്ക് ആലോചിക്കാം എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്തു, എൻ്റെ അപ്പോണൻ്റ് എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു. അപ്പം ദർ ഇസ് എ സൈക്കോളജിക്കൽ എലമെൻറ്റ് വൈ എ പേഴ്സൺ ഈസ് ബിഹേവിങ് ലൈക്ക് ദാറ്റ് എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അപ്പം സ്റ്റോറീസിലൂടെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു വേൾഡുണ്ട്, ഇന്നർ വേൾഡുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വൈ ദാറ്റ് പേഴ്സൺ ഈസ് ബിഹേവിങ് ലൈക്ക് ദാറ്റ് ആൻഡ് വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദാറ്റ് ആൻഡ് വൈ ഹീ ഈസ് നോട്ട് ബിഹേവിങ് ലൈക്ക്. ഇപ്പം ട്വിൻസ് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യുന്ന ട്വിൻസുകളാണെങ്കിൽ പോലും നമ്മൾ നോക്കാം ആ ക്യാരക്ടർ ഒരേ എൻവയോൺമെൻറ്റാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഒരു പേരൻറ്റ് സപ്ലൈ ചെയ്യുന്ന 2 ട്വിൻസിനും ഒരേ എൻവയോൺമെൻറ്റാണ്, ഒരേ ഫുഡ്, ഒരേ ഡ്രസ്സ്, ഒരേ എൻവയോൺമെൻറ്റ്, ഒരേ എഡ്യൂക്കേഷൻ. പക്ഷേ ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ ഈസ് എൻ്റർലി ഡിഫറെൻറ്റ് ഫ്രം സെക്കൻഡ് പേഴ്സൺ. അപ്പം അത് ഇൻറ്റേർണൽ സൈക്കി, അവരുടെ സൈക്കോളജി ഇൻസൈഡ് ദി പാറ്റേൺ ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ എവരി പേഴ്സൺ ഹാസ് ദെയർ ഓൺ എൻ്റർലി ഡിഫറെൻറ്റ് ലൈഫ്. വൈ? ബിക്കോസ് ദ പാറ്റേൺ ഈസ് ഡിഫറെൻറ്റ്. ഇൻറ്റേർണൽ പാറ്റേൺ അല്ലെങ്കിൽ കോംപ്ലക്സസ് എന്ന് കോൾ യങ് സൈക്കാട്രിസ്റ്റ് പറയും, കോംപ്ലക്സസ് ഇൻ സംബഡീസ് ഇൻറ്റേർണൽ, അതായത് സബ് കോൺഷ്യസ് ലെവൽ. ആ കോംപ്ലക്സാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയിലൂടെ. അപ്പോൾ മലയാള സിനിമയാണെങ്കിലും വേൾഡ് സിനിമയാണെങ്കിലും it should depict or picturize the person's life internally. Why he is externally doing like this? Because of some internal patterns. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മലയാള സിനിമ ഇവിടം വരെ നമ്മൾ ഇതുവരെയും സിനിമയെക്കുറിച്ച് പറഞ്ഞില്ല. സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സിനിമ ഒരു സ്ത്രീപക്ഷ സിനിമയാണ്, സ്ത്രീ കേന്ദ്രീകൃത കഥ ഉള്ള സിനിമയാണ്. അപ്പോൾ സ്ത്രീ സംവിധായിക ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരഞ്ഞെടുക്കുകയായിരുന്നു, അതോ അല്ല കഥയുടെ സാഹചര്യം അനുസരിച്ച് അത് അങ്ങനെ ആയി പോയതായിരുന്നു? ലേഡി വിത്ത് ദ വിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്ത്രീ സമൂഹത്തെയാണ് ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. സ്ത്രീ സമൂഹത്തിൽ ഒരു സ്ത്രീ ഏത് ലെവലിലുള്ള സ്ത്രീയാണ് ആ ലേഡി റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ വിങ്സ് എന്ന് പറയുന്നത് അവളുടെ മുറിവുകളിൽ നിന്ന് അവൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ചിറകാണ്, ആസ്പിറേഷനിൽ നിന്നാണ്. അപ്പം ഈ ഒരു തീം എനിക്ക് വരാൻ കാര്യം ഒരു സ്ത്രീയുടെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഒരു സ്ത്രീ, മുറിവേറ്റ ഒരു സ്ത്രീക്ക് എങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സ്ത്രീയായി മാറാൻ കഴിയും. മുറിവേറ്റ സ്ത്രീകൾക്ക് പറക്കാം, ഏത് ലെവൽ വേണമെങ്കിൽ പറക്കാം ഉയർന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു ഫീനിക്സ് പക്ഷിക്ക് പറക്കാം. ഫീനിക്സ് പക്ഷി പറക്കുന്നെങ്കിൽ അത് സാമൂഹ്യ നന്മയ്ക്കായി കൂടി പറക്കുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു വാല്യൂ വരുന്നത്. അതർവൈസ് നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കിപ്പോൾ അംബാനി പേഴ്സണൽ ലൈഫിൽ ഇത്ര ഉയർന്നു വന്നെന്ന് പറയാം, ബട്ട് വാട്ട് ഹീസ് ഡൂയിങ് ഫോർ ദി സൊസൈറ്റി. നമുക്ക് ഉയർന്നു വരുന്ന പല സിനിമകളും, ഈ അടുത്ത കാലത്ത് കണ്ട പല സിനിമകളിലും ഞാൻ കാണുന്നത് ഒരു സ്ത്രീ ആ മാനിപ്പുലേറ്റീവ് അല്ലെങ്കിൽ ടോക്സിക് റിലേഷനിൽ നിന്നും അവൾ പുറത്തു വരുന്നു, ബട്ട് ഷീ ഈസ് ലിവിങ് ഫോർ ഹെർ സെൽഫ്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, വൺസ് യു ആർ കമ്മിങ് ഔട്ട്, ഡു സംതിങ് ഫോർ ദി സൊസൈറ്റി, ഫോർ ദി ഗുഡ് ഓഫ് ദി പീപ്പിൾ. മാൻകൈൻഡിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഒരു നന്മയ്ക്കായിട്ട് ആ ഒരു ഫ്ലൈറ്റ്, അവളുടെ ആ പറന്നു വരുന്ന ഉയർത്തെഴുന്നേൽപ്പ് ഉപകരിക്കണം.
അതാണ് എൻ്റെ ഒരു മീനിങ്. ഒരു പക്ഷേ മുറിവേറ്റവരായിരിക്കും ഒന്നുകൂടെ ഉയരത്തിൽ പറയുന്നത് അല്ലേ? മുറിവേറ്റവരെ ഉയർത്തി പറക്കത്തുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞാൽ മുറിവേക്കുന്നവരെ നമ്മൾ സാധാരണ ലൈഫിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. Safe അതായത് zone ല്. ബേസിക് നീഡ്സ്, അതെ. ആഹാരം, വസ്ത്രം, നാല് കുപ്പം നിൽക്കുക, എക്സിബിറ്റ് ചെയ്യുക, എല്ലാവരെയും മുമ്പിൽ ഞാൻ സംതിങ് ആണെന്ന് പറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഒരു മുറിവേൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞ ജെൻഡറിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാര്യം മാൻ ആൻഡ് വുമൺ ദ ബോത്ത് ആർ കോംപ്ലിമെൻ്ററി. ഒരു പുരുഷന് സ്ത്രീ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ആക്ച്വലി ദേ ഷുഡ് ഗോ ഫോർ ദാറ്റ്. കോംപ്ലിമെൻ്ററി ആണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയും രണ്ടിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ അവർ കോംപ്ലിമെൻ്ററി, പരസ്പര പൂരകമാണ്. അപ്പം ഒരു മാൻകൈൻഡ് ഒരു മുറിവേൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഇൻറ്റേർണൽ എന്താണ് എനിക്ക് മുറിവേൽക്കാൻ കാരണം, എന്താണ് മറ്റുള്ളവർ എന്നെ മുറിവേൽപ്പിക്കാൻ പാകത്തിൽ നിന്നു കൊടുത്തത് എന്തുകൊണ്ടാണ്, അപ്പോഴാണ് ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ആ ലോകത്തിലോട്ട് ചെല്ലുക എന്നുള്ളതാണ് ഒരു വ്യക്തി, സ്ത്രീ മാത്രമല്ല, മാൻ ഓർ വുമൺ, ഒരു വ്യക്തി ചെയ്യേണ്ടത്. ആ ലോകത്തിനപ്പുറത്തേക്ക് നീങ്ങുക. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ ലോകം ഇത്ര ഈസിയാണ്, ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നമ്മളതിന് പുൽക്കൊടിത്തുമ്പിലെ ഒരു മഞ്ഞുതുള്ളിയിൽ പോലും മഴവില്ല് കാണും. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് എത്തുന്ന ഒരു മൊമെൻ്റാണ് ആഹാ മൊമെൻറ്റ്. ആ ആഹാ മൊമെൻറ്റിൽ ഈ ബിന്ദു എന്ന ക്യാരക്ടർ, ലേഡി വിത്ത് ദ വിങ്സിലെ ബിന്ദു എന്ന ക്യാരക്ടർ ആ ആഹാ മൊമെൻറ്റിൽ എത്തിയത് സീരീസ് ഓഫ് ജേർണിയിലാണ്. ആ ലൈഫിൻ്റെ പല പാറ്റേണിൽ എത്തിച്ചേരുമ്പോഴാണ് ദിസ് ഈസ് വാട്ട് ഐ ആം സപ്പോസ് ടു ഡു, ദിസ് ഈസ് മൈ ലൈഫ്. ഈ ഒരു ലോകത്ത് നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പിട്ട് കർട്ടൻ്റെ, അതായത് ഷേക്സ്പിയർ പറയുന്ന പോലെ ഗോയിങ് ബിഹൈൻഡ് ദി കർട്ടൻ, അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറ്റ് ദി സെയിം ടൈം ഈ ജീവിതത്തെ ആസ്വദിക്കുക, ലൈഫ് ആസ്വദിക്കണമെങ്കിൽ നമ്മളൊരു യൂണിറ്റി കോൺഷ്യസിലെത്തണം. നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മുടെ യൂണിവേഴ്സിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മാനസിക നിലവാരത്തിലേക്ക് എത്തണം. ഒരു വലിയ മെൻ്റൽ ഹൊറൈസിലോട്ട് എത്താതെ ആ ഹൊറൈസിലോട്ട് പറക്കാൻ പറ്റത്തില്ല. ആ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുള്ളൊരു ഒരു ഫ്ലൈറ്റാണ്. ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ വേറെ, എൻ്റെ യൂണിവേഴ്സ് വേറെയല്ല. നമ്മൾ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സാണെന്ന് നമുക്ക് ആദ്യം തോന്നും. അതും ഒരു ലെവലിൽ എത്തിയിട്ടേ തോന്നുള്ളൂ. പിന്നെ ഐ ആം ദി യൂണിവേഴ്സ് എന്നെത്തുന്ന ഒരു മൊമെൻറ്റിൽ എത്തുമ്പം യു ഫീൽ സോ ഫ്രീ. ആ ഫ്രീഡം എനിക്കിപ്പോഴും ഫീൽ ചെയ്യാം. ദാറ്റ് ഫ്രീഡം ഈസ് ടു മച്ച്, വെരി ഗുഡ്. ബിക്കോസ് നമ്മൾ ഈച്ച് മൊമെൻറ്റ്, ലൈഫിലെ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ നമുക്ക് ബർത്തോ ഡെത്തോ നമ്മളെ ബാധിക്കുന്നില്ല. വി ആർ ജസ്റ്റ് ഫ്ലോയിങ് വിത്ത് ദ ഫ്ലോ ഓഫ് ദി ലവ് ആണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു കോർ എന്ന് പറഞ്ഞത് സ്നേഹം, ലസ്റ്റ് ഇല്ലാത്ത സ്നേഹം. ഈ ബിന്ദുവിന് വരുന്നത് ലസ്റ്റുള്ളൊരു, ഈ ബിന്ദു എന്ന ക്യാരക്ടർ വന്ന ലസ്റ്റും ഒരു കോ ഡിപ്പെൻഡൻസിയാണ് അവളുടെ ലവറുമായിട്ടും. അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള യഥാർത്ഥ ഡിവൈൻ ലവിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യനും ആ ഒരു ലെവലിലേക്ക് എത്തും. ദാറ്റ് ഇസ് ദ ജേർണി. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? ആക്ച്വലി രാഷ്ട്രീയം ഒട്ടുമില്ലാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരു സ്ത്രീയുടെ കഥ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ ഒരു പുറത്തോട്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആക്ച്വലി വി ആർ പ്രിവിലേജ് ടു ബി ഇൻ ഡെമോക്രാറ്റിക് കൺട്രി. ഈ ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോഴും, ഡെമോക്രസിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴും, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി ഇൻ ജെൻഡർ, അതായത് ഈക്വൽ റൈറ്റ്സ് ഫോർ മാൻ ആൻഡ് വുമൺ, അത് നമുക്ക് കിട്ടുന്നില്ല. എനിക്കൊരു തോന്നുന്നൊരു 30 വർഷങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകും, ഒരു സ്ത്രീക്ക് പുരുഷനോടൊപ്പം എല്ലാ പ്രിവിലേജസും കിട്ടാൻ. നമ്മൾ കൃഷി കുടുംബത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ, വ്യാവസായിക കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞു. മാൻ ആൻഡ് വുമൺ ബോത്ത് ആർ ഈക്വൽ. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് സ്ത്രീക്ക് എത്താൻ ഇനി ഒരുപാട് ദൂരമുണ്ട്. പിന്നെ അവൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ ഈ കുഞ്ഞുനാളിൽ കേൾക്കുന്ന കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് അവളൊരു ഇപ്പോഴും ഇൻസൈഡ് ദി കേജാണ്, ഒരു കൂട്ടിൽ അടച്ചിടുക. കാര്യം സ്ത്രീയെ വളർത്തുന്ന, ഒരു പേരൻ്റ് വളർത്തുന്ന തന്നെ അന്യ വീട്ടിലേക്ക് പറഞ്ഞു വിടാനാണ്. നമ്മൾ കേട്ട് വളരുന്നത് അങ്ങനെ, യു ഹാവ് ടു ഗോ ടു സം അതർ ഹോം ആൻഡ് ലീവ്. വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ് നീ എന്ന് പറയുമ്പോൾ അവിടെ തൊട്ടേ ഷീസ് കണ്ടീഷൻ ടു ഹാവ് എ പാർട്ട്ണർ ഇൻ ദി ലൈഫ്. അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക, ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. ഇതിനപ്പുറത്തേക്ക്
ഒരു പാർട്ട്ണർ, ഒരു കുടുംബം എന്ന് പറഞ്ഞ് അവൾ ചുരുങ്ങുമ്പോൾ പൊസസീവ് ആവുക. ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ടോട്ടലി പൊസസീവായി കോഡിപ്പെൻഡൻസിയിലോട്ട് പോകും. ഈ ബിന്ദുവിന് അങ്ങനെ വന്നത്, കോഡിപ്പെൻഡൻസിയിലേക്ക് വന്നു. അപ്പോഴേക്കും പിന്നെ അവളുടെ ഡ്രീമും അവളുടെ കാര്യങ്ങളെല്ലാം ഈ ഫാമിലി യൂണിറ്റിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നു. അതിൽ നിന്ന് പുറത്ത് വരിക, എനിക്ക് ഐ ക്യാൻ ഡു സംതിങ് ഫോർ ദി സൊസൈറ്റി, എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫ് കൊണ്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലാണ് അവളാണ് എത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയെ ഉണർത്തി നീ ഇതാണ് എന്ന് പറയുക, നിനക്കിതാണ് ചെയ്യാനുള്ളത്, നിന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. റാദർ ദാൻ യു ആർ സിറ്റിംഗ് ഇൻ ദ ഹോം, ഒരു ഹോം യൂണിറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യന് ചുറ്റും ഭ്രമണം ചെയ്ത് കഴിയുന്ന ബിന്ദു എന്ന ക്യാരക്ടർ, അവൾ അതിൽ നിന്ന്, ആ വലയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമ്പോൾ അവൾ ആ യൂണിവേഴ്സിൻ്റെ തന്നെ സ്പന്ദനമായി തീരുക. ഈ ലോകത്തിൻ്റെ തന്നെ സ്പന്ദനമായി തീരാൻ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരാൾക്ക് ചുറ്റും മാത്രം കിടന്ന് ഭ്രമണം ചെയ്തു? അതിൽ കിടന്ന് എന്നാൽ ഇഫ് ഷീസ് ഹാപ്പി ഓക്കെ, ഷീസ് നോട്ട് ഹാപ്പി. അവൾ പിന്നെ ഓരോ സമയം പേടിച്ച് കഴിയുന്നു, എൻ്റെ ലൈഫ് എന്താകും, ഷാജി എന്നുള്ള വ്യക്തി എന്നെ ഇട്ടിട്ട് പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും? നാച്ചുറലി അത് സംഭവിക്കുകയും ചെയ്തു, അവളുടെ ഭയന്നിരുന്നവനെ സംഭവിച്ചു. അപ്പോൾ ആ ഒരു മുറിവിൽ നിന്ന് അവൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കുറേ സമയമെടുത്തു. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ളൊരു മുറിവേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇമ്പൾസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് റിവെഞ്ച്, ഒരു റിവെഞ്ച് എടുക്കുക. നമ്മുടെ കഷായം ഗ്രീഷ്മ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, റിവെഞ്ചാണ്. റിവെഞ്ച് ലൈഫ്, അവരുടെ ലൈഫും പോവും, അയാളുടെ ലൈഫും പോവും. ആ സമൂഹത്തിൽ ഒരു വലിയൊരു സ്കാറായിട്ട് അവൾ നിൽക്കുകയാണ്. ആ ക്യാരക്ടറിൽ നിന്നും എങ്ങനെ പുറത്തു വരാം? ഒരു പത്മവ്യൂഹത്തിലാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീ വന്ന് പെടുമ്പോൾ പത്മവ്യൂഹം ഭേദിച്ച് പുറത്തു വരുന്നുണ്ടോ? അതാണ് ഈ ഒരു സ്ത്രീ ആ പത്മവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ വൺസ് യു ആർ കമ്മിങ് ഔട്ട്, അതൊരു സാമൂഹ്യ നന്മയ്ക്കായിട്ട് തീരുകയാണ്. പിന്നാണ് അവളുടെ ലൈഫിലേക്ക് കംപ്ലീറ്റ് ടോട്ടൽ ചേഞ്ചാണ്, ഒരു 180 ഡിഗ്രിയിലെ ടോട്ടൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. ആ ഈ ഒരു മെസ്സേജ് ഞാൻ സൊസൈറ്റിക്ക് കൊടുക്കുമ്പോഴും ഓരോ സ്ത്രീയും അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സിനിമാ മേഖല സ്ത്രീകൾക്ക് സേഫ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? സേഫ് ആക്കേണ്ടത് സ്ത്രീ തന്നെയാണ്. നമുക്ക് ചുറ്റും ഉണ്ടാക്കുന്ന ആ ബൗണ്ടറി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു സ്ത്രീക്ക് നോ പറയാൻ പഠിക്കണം. നോ പറയേണ്ടിടത്ത് പറയാൻ പറ്റാത്ത സ്ത്രീക്കാണ് സേഫ് അല്ലാത്തത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നോ പറയാൻ പറ്റിയില്ലെങ്കിൽ യു കനോട്ട് സേ നോ ടു ദി സെക്കൻഡ് സ്റ്റെപ്പ് ഓർ ദി ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഈ ഒരു ക്രൂവിലൂടെ നിൽക്കുമ്പോഴും എന്നെ ഭയങ്കര ഹാർഷ് ലേഡിയായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്, ഭയങ്കര ആരഗൻ്റ് ലേഡിയാണ്. ബട്ട് ഐ നീഡ് ദാറ്റ് മാസ്ക്. എനിക്കൊരു ആരഗൻ്റ് അല്ല, ഞാൻ ഹി വെരി ക്യൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ടേക്ക് അഡ്വാൻറ്റേജ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാ കുട്ടികൾക്കും, ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തൊട്ട് കോളേജിൽ പോകുന്ന ഒരു കുട്ടി വരെ അവർക്കറിയാം വേർ ഇസ് ദ ബൗണ്ടറി, വേർ ഐ ഹാവ് ടു കീപ് ദി ബൗണ്ടറി. അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പേരൻസും ടു സം എക്സ്റ്റെൻറ്റ് ടീച്ചേഴ്സുമാണ്. ആ ബൗണ്ടറി വൺസ് നമുക്കത് കീപ്പ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, ഇഫ് ഐ കനോട്ട് സേ നോ പറയാൻ പഠിക്കണം. സ്ത്രീകൾ ആദ്യം പഠിക്കേണ്ടത് നോ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഡോണ്ട് ടച്ച് മീ ലൈക്ക് ദറ്റ്, ഡോണ്ട് ടോക്ക് ടു മീ ലൈക്ക് ദറ്റ്, യു കനോട്ട് കം, ദിസ് ഇസ് മൈ ബൗണ്ടറി, ഡോണ്ട് കം ടു മൈ പ്രൈവറ്റ് സ്പേസ്. നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ വരാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സേഫ് അല്ലെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറേ കോഷ്യസ് ആയിരിക്കണം. ഈ സൊസൈറ്റിയിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴും രാത്രി യാത്ര ചെയ്യുമ്പോഴും. കാര്യം ഒരു സ്ത്രീ, ഒരു ബസ് കാത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു 10 മണിക്ക് ശേഷം നിൽക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് ചുറ്റും ആളുകൾ വരും. ബിക്കോസ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. സ്റ്റിൽ വി ആർ നോട്ട് സേഫ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. വി ആർ നോട്ട് സേഫ്. നമ്മളൊരു സിറ്റുവേഷനിൽ ഇറങ്ങി ചെന്നിട്ട് ലൈഫ് ഈസ് സോ സിമ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ദാറ്റ് സ്റ്റിഗ്മ ഈസ് ദർ. യു ആർ നോട്ട് സേഫ് ഔട്ട്സൈഡ്. പക്ഷേ നമ്മുടെ കണ്ണ് തുറന്നിരിക്കുക. ബി ഓൾവേസ് ഗോ. നമ്മുടെ ഒരു സേഫ്റ്റി നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തുക. നോ പറയാൻ പഠിക്കുക. എവിടെയൊക്കെ എനിക്ക് സേഫ് അല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന് പ്രിക്കോഷൻ എടുക്കുക. അതർവൈസ് എനിക്ക് ഒരു ലൈഫ് സേഫ് അല്ലെന്ന് തോന്നിയിട്ടില്ല.
തോന്നാതിരിക്കാൻ കാര്യം ഐ ടേക്ക് പ്രിക്കോഷൻസ്. പിന്നെ നോ പറയാൻ, സ്ത്രീകൾ എപ്പോഴും നോ പറയാൻ പഠിക്കണം. അത് ഫാമിലിയിലാണെങ്കിലും പേരൻറ്റിനോടാണെങ്കിലും ഹസ്ബൻഡിനോടായാലും മക്കളോടായാലും. സേ നോ, ഇഫ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഓക്കെ നോ എന്ന് പറയാൻ. നോ പറയാൻ പഠിക്കുന്ന ഒരു സ്ത്രീയുടെ ആവശ്യം തന്നെയാണ്. അങ്ങനെയുള്ളവരുടെ ലൈഫിൽ സേഫ്റ്റി പ്രോബ്ലം, മീറ്റു പ്രോബ്ലം ഒക്കെ വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇഫ് യു ആർ നോട്ട് സേയിങ് നോ, ഇഫ് യു ആർ സേയിങ് ആഫ്റ്റർ ലേറ്റർ സ്റ്റേജ്, പീപ്പിൾ വിൽ ടീസ് യു. പിള്ളേർ, ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. വൈ യു ആർ സേയിങ് നൗ, വൈ യു കനോട്ട് സേ ഇൻ ദി ബിഗിനിങ്. എങ്കിലും ഞാൻ പറയുവാണ്, മീറ്റു ആണെങ്കിലും അറ്റ് ദി ലേറ്റർ സ്റ്റേജ് ഓൾസോ, യു നോ, ഇഫ് യു ആർ ഗെറ്റിംഗ് ദ ചാൻസ് ടു സേ ദാറ്റ് ടൈം ഓൺലി യു ഹാവ് ടു റിയാക്ട് ടു ദി പോയിന്റ്. അത് അത്യാവശ്യമാണ്. സിനിമയായിട്ട് ഒരു ബന്ധമുണ്ടല്ലോ, എന്താണത്? സിനിമയായിട്ട് ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ചോദ്യം, ജീവിതമായിട്ട് ബന്ധമില്ലേ? ജീവിതമായിട്ട് നമുക്ക് ബന്ധമുള്ളതുപോലെ സിനിമയായിട്ടും ബന്ധമുണ്ട്. ആ ബന്ധമല്ല, കുടുംബപരമായിട്ട് സിനിമയിൽ എന്തോ ഒരു ബന്ധം. അങ്ങനെ കുടുംബപരമായിട്ട്, പാരമ്പര്യപരമായിട്ട്. അതെ. ആക്ച്വലി എൻ്റെ ഡാഡി ഒരു നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ ഹി റൈറ്റ്സ് പോയം, സോങ്സ് ഒക്കെ എഴുതും, മ്യൂസിക് ചെയ്യും, ഗിറ്റാറിസ്റ്റായിരുന്നു. ഡാഡി നേവൽ ഓഫീസറായിരുന്നു. അപ്പം ഡാഡി ഇങ്ങനെ കഥകൾ എഴുതും, തിരക്കഥയൊക്കെ എഴുതും. അപ്പോഴും ഞാൻ പോയിരുന്ന് വായിക്കും. എനിക്ക് ചിരി വരും. ഭയങ്കര ലവാണ്, ഭയങ്കര റൊമാൻസാണ്. അപ്പം ഡാഡി മരിക്കുമ്പോഴും ഡാഡി ഒരു തിരക്കഥ മേശപ്പുറത്ത് കിടപ്പുണ്ട്, കംപ്ലീറ്റ് അല്ലാത്ത. അതൊരു ഇൻ്റർകാസ്റ്റ് മാരേജിനെ കുറിച്ചൊക്കെ ഭയങ്കര, ഞാൻ ഡാഡി ബംഗ്ലിയാണെന്നൊക്കെ പറഞ്ഞ് ഡാഡിയെ കളിയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ കഥയും കവിതയും എഴുതും. കുറേ മാഗസിനിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നാട്ടിലും ഗൾഫിലൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു തിരക്കഥ എഴുതിയിട്ട് എൻ്റെ അങ്കിളിനെ കൊണ്ട് കൊടുത്തു. പി സ്റ്റാൻലി, തൂവാനത്തുമ്പികളുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അങ്കിളിനെ കൊണ്ട് കാണിച്ചപ്പോൾ അങ്കിൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നുകൊണ്ട് നീ എന്തുകൊണ്ട് ഇതുവരെ ഇതിനകത്ത് വന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിൾ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. അങ്കിൾ അറിയത്തില്ലേ, പഠിത്തം, ജോലി. എൻ്റെ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഒരു നല്ല ജോലി എടുക്കുക. അപ്പം കെമിക്കൽ എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴും എനിക്ക് ഒരു ഫീലുണ്ട്, എനിക്കിതിനല്ല, എൻ്റെ ലൈഫ് ഇതല്ല. കാര്യം ഒരു ആർട്ട് നമ്മളെ ലിബറേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ഏത് ദുഃഖവും ഏത് ട്രോമയും സർപ്പാസ് ചെയ്യാൻ, അതിനെ പാസ് ചെയ്ത് നടന്നു പോകാൻ നമുക്ക് ആർട്ടിനൊരു ശക്തിയുണ്ട്. അത് മൈക്കിളേഞ്ചിനോട് ചോദിച്ചാൽ പുള്ളി പറയും സത്യമാണ്. ഞാൻ വരയ്ക്കുമ്പോഴാണ് ഐ ആം ലിബറേറ്റിംഗ് മൈസെൽഫ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥയും ഒരു കവിതയും എഴുതുമ്പോൾ ഐ ആം ലിബറേറ്റിംഗ് മൈസെൽഫ്. ഏത് ആർട്ടിസ്റ്റിനോടും ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കാം. അപ്പം ഞാൻ അങ്കിളിൻ്റെ ഈ തിരക്കഥ കൊണ്ട് കാണിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, ഭയങ്കര ഞാൻ ഒരിക്കലും നിന്നെ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ചെന്നപ്പോൾ ഞാൻ അങ്ങളോട് പറഞ്ഞു, ഐ വോണ്ട് ടു പ്രൊഡ്യൂസ് ഇറ്റ്. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞ്, നിൻ്റെ കൈ നിൽക്കത്തില്ല, പ്രൊഡക്ഷനൊന്നും നിൻ്റെ കൈ നിൽക്കില്ല, പിന്നെ നീ കഥ ആരുടെയും കൊടുക്കുക. പിന്നെ ഞാൻ വിഷമമൊക്കെ ആയിട്ട് തിരിച്ച് വന്നു. പിന്നെ എഗെയിൻ ഐ വെൻ്റ് ആൻഡ് ചന്ദ്രി അങ്കിളോട്, ഐ എം മേക്കിംഗ് ഇറ്റ് അങ്കിൾ, നോ വേ ഐ എം ഗോയിങ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. അപ്പം അങ്കിള് ഈ ഒരുപാട് ഫിലിം ഫീൽഡുകളിൽ ഇങ്ങനെ നിൽക്കുകയും, ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്കിളുടെ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട്. തൂവാനത്തുമ്പിയുള്ള ഷൂട്ടിന് പോയി ഷൂട്ടിന് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ പോയതിൻ്റെ അന്ന് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ അങ്കിള് തെന്മലയാണ് വരദക്ഷിണ എടുത്തത്. എന്നൊക്കെ ഞാൻ പൊടിക്കുഞ്ഞ, എനിക്ക് തോന്നുന്നത് 4 വയസ്സ് 5 വയസ്സ്. ഈ പിന്നെ സുമിത്രയൊക്കെ ഇങ്ങനെ പാറയിൽ ഇങ്ങനെ നിൽക്കുന്നു, വിൻസെൻ്റ് വന്നിങ്ങനെ പിടിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ സീൻ. എന്താ വാട്ട് ഈസ് ദിസ്, ഒരു മാസ് മീഡിയ ലോകം. അപ്പോൾ സിനിമ എനിക്ക് എൻ്റെ മനസ്സിലെ കഥകളിലെല്ലാം ഒരു വെള്ളിത്തിരയിലോട്ട് വന്ന് ഒരു അപ്രവാളിയിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ ഉള്ളിലുള്ള കലാരൂപങ്ങളെ അതൊരു ക്യാൻവാസിലേക്ക് മാറ്റാം, വെള്ളിത്തിരയിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു മാസ് മീഡിയ ലോകമാണ്. എനിക്ക് അന്നേ എൻ്റെ ഉള്ളിൽ ആ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളു. എൻ്റെ ഡാഡി നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ അങ്കിൾ എന്നെ ഭയങ്കര പി സ്റ്റാലിൽ എന്നെ ഭയങ്കരമായിട്ട് അങ്കിൾ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അപ്പോൾ രാവിലെ ഞാൻ കഴിഞ്ഞ 9th മരിച്ചു. അപ്പോൾ അങ്കിളിനെ ഞാൻ കാണാൻ രാവിലെ വിളിച്ചപ്പോഴും എന്നും കാലത്തും വൈകിട്ടും വിളിക്കും. അങ്കിളുടെ വീട്ടിൽ പോവും. ഞാൻ അങ്കിളുടെ വീടിനടുത്താണ് താമസിക്കുന്നത്. കാര്യം എനിക്ക് സ്റ്റോറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്കിളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി കറക്ഷൻ വരുത്താനൊക്കെ അങ്കിളിലേക്ക് പോകും. അപ്പോൾ അന്ന് രാവിലെ അങ്കിള് എൻ്റെ സിനിമയുടെ ലേഡി വിത്ത് ദ വിങ്സിൻ്റെ റിവ്യൂ എഴുതിക്കൊണ്ടിരിക്കും. എഴുതി അങ്കിള് ആ മേശപ്പുറത്ത് വെച്ചിട്ട് അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചിത്രാഞ്ജലി പോയിട്ട് വരുമ്പോൾ തിരിച്ച് ഇതുവഴി വരണം, ഇത് ഞാൻ DTPക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വെച്ചാൽ അങ്കിൾ എന്താ സൗണ്ടും അല്ലായിരിക്കുന്നത്. എനിക്ക് ഇന്നലെ വയ്യായിരുന്നു.
എന്ന് പറഞ്ഞു. ഒരു 9:30 രാവിലെ വിളിച്ചപ്പോൾ, നീ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുവഴി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ 9:30 വിളിച്ചപ്പം അങ്കിൾ ഓക്കെയാണ്, പക്ഷേ എനിക്ക് സൗണ്ട് സ്വല്പം വ്യത്യാസം തോന്നി. അപ്പോൾ ഞാൻ അങ്കിളുടെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, സംതിങ് ഈസ് റോങ് വിത്ത് അങ്കിൾ, അങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്കിളിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരും, അങ്ങ് മാറും. 12:30 ആയപ്പോൾ എനിക്ക് കോൾ വന്നു, അങ്കിൾ മരിച്ചു. ഞാൻ ചിത്രാഞ്ജലി ഞാൻ എങ്ങനെ ഇങ്ങനെ എത്തിയെന്ന് അറിയത്തില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ പോലും കിട്ടുന്നില്ല, അത്രയും ഞാൻ അപ്സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്കിൾ എനിക്കൊരു സ്ട്രോങ് ഫോഴ്സായിരുന്നു. എനിക്ക് സിനിമയുടെ ലോകത്തോട്ട് എൻട്രി ചെയ്യാൻ അങ്കിളുടെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു. എവിടേക്കാണ് പിറ്റ്ഫോൾസ്, എവിടേക്കാണ് പ്രോബ്ലംസ് ലൈഫിലുണ്ടായി, ഈ സിനിമാ ലോകത്തേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നീ ഇതിനൊക്കെ അവാർഡിന് നീ അയക്കണം, ഇതിനൊരു 3-4 അവാർഡിനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത്. അങ്ങനെയുള്ള ഒരാളാണ് പെട്ടെന്ന് കൈവിട്ടിട്ട് അങ്ങ് പോയത്. അപ്പം ഇത് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ലൈഫിലുണ്ട്. അങ്കിൾ ഹി വാസ് പേഴ്സണലി വാസ് എ വെരി ബിഗ് സോഴ്സ് ഓഫ് എൻകറേജ്മെൻറ്റ് മാത്രമല്ല, ഒരു അപ്രോച്ച് ചെയ്തിട്ട് എൻ്റെ കലയെ നറിഷ് ചെയ്യാൻ അങ്കിളിനോട് എനിക്ക് ചോദിക്കാം എന്നുള്ളൊരു ലെവലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദിക്കാൻ ആരുമില്ല. പക്ഷേ ഞാൻ സിനിമയുടെ കഥയെക്കുറിച്ചല്ല അങ്കിളോട് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് അങ്കിളെ ലൈഫിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കഥ അങ്കിൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അങ്കിളുടെ അന്നത്തെ സിനിമയും ഈ ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്റ്റിൽ അങ്കിൾ ഒരു ഭയങ്കര നോളജായിരുന്നു. അത് നികത്താൻ ഇനി എൻ്റെ ലൈഫിൽ വേറെ ആൾ വരുമോ എന്ന് എനിക്ക് സംശയം. കാര്യം അതുപോലെ പേഴ്സണൽ ലെവലിലും പിന്നെ സിനിമയുടെ ലെവലിലും ഞാൻ അങ്കിളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. സിനിമ അങ്ങനെ ഒരു എന്താ പറയുക സമ്മാനം അല്ലേ? അതെ അതെ, ജീവിതത്തിൽ തന്നു. അതെ. വേറെ സിനിമയുടെ ഒരു പ്രത്യേക സിനിമയുടെ പോസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ആ ലോക സിനിമ, കല്യാണിയുടെ ലോക സിനിമ ഓർമ്മ വരും. കാരണം ആ ഒരു ക്യാരക്ടർ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ലേഡി വുമൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അതുപോലെ ഒരു ഫാന്റസി കഥയാണോ എന്ന് ആൾക്കാർക്കൊരു സംശയം തോന്നുന്നത്. അപ്പൊ പറഞ്ഞു വന്നപ്പോ അങ്ങനെ അല്ല എന്നാണ്. അതായത് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് എടുത്ത സിനിമയാണ് ലോകം. ഇപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കോപ്പി അടിച്ചു. അങ്ങനെ വരത്തില്ല എങ്കിൽ പോലും എന്തോ ഒരു എലമെന്റ് അതിനകത്ത് ഞാൻ കണ്ടു. അതായത് നമ്മളിപ്പോൾ ഒരു ട്രോമ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എലമെന്റ് കൊണ്ടുവരുമ്പം ഇതെല്ലാം ആ ഒരു ചിലപ്പം ചില എലമെന്റ്സുകൾ നമുക്ക് തോന്നും, സിമിലർ ആയിട്ട് തോന്നും. പക്ഷെ ഇറ്റ്സ് എൻ്റയർലി ഡിഫറെന്റ്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ബിന്ദുവിന്റെ ഒരു ട്രോമയാണ് അതിൽ കാണിക്കും. യക്ഷയല്ല, ബിന്ദുവിന്റെ ചോരയൊന്നുമല്ല, അവളുടെ സബ് കോൺഷ്യസ് ചോരയില്ല. ചോര മനഃപൂർവ്വം കാണിക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. ഇത് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവൾ അനുഭവിക്കുന്ന ഒരു ട്രോമയുടെ ഒരു ഡാൻസ് ഫോമാണ് ആ പിക്ചറിൽ കണ്ടത്. അതിന്റെ ഡാൻസും പാട്ടും ഒക്കെ ഒത്തിരി വ്യത്യാസം, ഭയങ്കര ഒരു സൈക്കോളജിക്കൽ. നമ്മളിപ്പോ കാണുന്ന ഒരു ഇപ്പൊ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഒരു വലിയ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ അത് ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക്, മനസ്സിന്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രോമയാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഡിപിക്ഷൻ, മാനസിക വ്യാപാരങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സിനിമ തീർച്ചയായിട്ടും. കാരണം നമ്മള് ഈ സബ് കോൺഷ്യസ് ലെവലിൽ കാണുന്ന ഒരാളല്ല നമ്മൾ. അതായത് ഒരു ഐസ്ബർഗിന്റെ ടിപ്പാണ് കോൺഷ്യസ് ലെവൽ. ഐസ്ബർഗിന്റെ 3/4 ഭാഗവും കടലിനടിയിലാണ്. മുമ്പിൽ കാണുന്ന ഒരു ടോപ്പ് ഭാഗം കോൺഷ്യസ് ലെവൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിൻ്റെ സബ് കോൺഷ്യസ് ലെവലിലും അൺകോൺഷ്യസ് ലെവലിലും ചെല്ലുമ്പോഴാണ് നമ്മൾ ആരാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമുക്കൊരു ഉത്തരം കിട്ടുന്നത്. അത് വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും നമുക്കതാ മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ ഇപ്പോൾ ഫ്രോയിഡിൻ്റെ ലെവലിൽ നിന്നും താഴോട്ട് കൊണ്ടുവരും. ഫ്രോയിഡിലൊക്കെ നമ്മൾ കോൺഷ്യസ് ലെവലിലേക്ക് ഫ്രോയിഡ് പോയിട്ടുണ്ട്. പക്ഷേ കോൾ യങ്ങും ബാക്കിയുള്ള ഇപ്പോഴത്തെ മോഡേൺ ജോ ഡിസ്പെൻസ, സ്റ്റീവ് കിങ്, അവരെല്ലാം കുറേ പേരുണ്ടല്ലോ, റോബർട്ട് ഗ്രീവ്, അങ്ങനെ കുറേ പേരുടെ സൈക്കോളജിയൊക്കെ അവരുടെ ലെവലിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സ് നമ്മൾ കാണുന്ന ഇതൊന്നും അല്ല. നമ്മളെ എംപവർ ചെയ്യുന്ന, നമ്മളെ ആവാഹിച്ചെടുക്കുന്നത് നമ്മുടെ മനസ്സിലെ സബ് കോൺഷ്യസ് ലെവലിലുള്ള നമ്മൾ കുഞ്ഞുനാൾ മുതലുള്ള നമ്മുടെ പാറ്റേൺസും നമ്മുടെ ഫിയറുകളും, മെയിൻലി ഫിയറാണ് നമ്മളെ നയിക്കുന്നത്. അപ്പം ആ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ബിന്ദുവിൻ്റെ ആ ഒരു ഫീലാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഒരു പേഴ്സോണിഫിക്കേഷനാണ്, ഒരു ക്രോയായി മാറുന്നതാണ് കാണിക്കുന്നത്.
ക്രോയുടെ പ്രത്യേകത എന്താ? ഒരു കൗശലം, കൗശലം മാത്രമല്ല, അവൾ ശ്രദ്ധയുണ്ട് ഒരു ഒരുപാട്, ഒരു ഒരു നിരീക്ഷിക്കുന്ന. കാക്കയെ ആരെങ്കിലും പെറ്റായിട്ട് വളർത്തും? ഇല്ല ഇല്ല ഇല്ല. ഒരിക്കലും പെറ്റായിട്ട് വളർത്തത്തില്ല. ഒരു കൂട്ടിന് അകത്ത് ഇട്ട് വളർത്താനോ അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടി വളർത്താനോ ഒരു പെറ്റായിട്ടോ ഒരു ക്രോയെ ആരും വളർത്തത്തില്ല. ക്രോ ഒരു സാധാരണ ജീവി, നമ്മൾ കണ്ടാൽ തന്നെ പോവാക്കെ എന്ന് പറഞ്ഞ് ഓടിച്ചു കളയുന്ന. അപ്പോൾ ആ ഒരു പേഴ്സൺ അവൾ ആ ഒരു അതിനൊരു ദിവസം എല്ലാവരും അംഗീകരിക്കുള്ളൂ. ബലിയായിട്ട് കൊണ്ടുവരാൻ അതിന് വെച്ചിട്ടാണ് ചോറെടുത്തോണ്ട് പോകുന്നെങ്കിൽ എല്ലാവരും വിചാരം ആത്മാക്കളുടെ ലെവലിലാണ്. പക്ഷെ ആ ലെവലിലേക്കും ഇറങ്ങി ചെല്ലുന്ന ഒരു കാക്ക ആത്മാവിന്റെ ലെവലിൽ പുണ്യത്തിന് വരെ ഉണ്ട്. പുണ്യത്തിന് വരെ പുണ്യമായി തീരുന്നു. അതാണ് ബിന്ദു പുണ്യമായി തീരുന്നത്. പിന്നെ ഒരു ബലി കാക്കയായിട്ട് പിന്നെ വരുന്നതും ലോകത്തിന്റെ ഒരു പുണ്യമായിട്ടും തീരുന്നത്. ബിന്ദു അങ്ങനെ ആ ഒരു ലെവലിലേക്കാണ് എത്തിച്ചേരുന്നത്. സിനിമയിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഈ വീണ്ടും അത് തന്നെ ആ വിഷയത്തിലേക്ക് വേണ്ടി വരേണ്ടി വരും. സ്ത്രീപക്ഷ ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു ലെവലിലല്ലേ ആൾക്കാർ കുറച്ച് അങ്ങനെയൊക്കെ കാണുന്നവരുണ്ടാവില്ല. അയ്യോ ഇത് സ്ത്രീ എടുത്തതല്ലേ, അങ്ങനെയൊക്കെ ഉള്ള മനോഭാവങ്ങൾ. അതെന്തുകൊണ്ട് വരുന്നത്? പുരുഷനെടുത്തല്ലേ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കാണാതിരിക്കുന്നില്ലല്ലോ. നമ്മള് ഇപ്പം ഒരു ജെൻഡർ നോക്കിയാൽ തന്നെ ചെയർപേഴ്സൺ എന്നുള്ള വാക്കുപോലും വന്ന എപ്പോഴാണ്? മറ്റേ ചെയർമാൻ മാറി ചെയർപേഴ്സൺ ആവാൻ കുറേ വർഷങ്ങളെടുത്തു. ഈ ഒരു മനുഷ്യന്റെ കുറുകെ കിടക്കുകയാണ് ഈ ജെൻഡർ പ്രോബ്ലം. ഇപ്പോഴും നമ്മളൊരിക്കും ഒരു 30 വർഷം കൂടെ കഴിയും നമ്മളൊരു ഈക്വാലിറ്റി ഓഫ് ജെൻഡറിലേക്ക് എത്താൻ. ഒരു ഈക്വൽ ജെൻഡർ അല്ലെങ്കിൽ അവൾക്കും അവകാശമുണ്ട് എന്ന് പറയുന്നത്. ഒരു നല്ല സിനിമ എടുത്താൽ, ഞാൻ അതിനകത്തോട്ട് വരാൻ വീണ്ടും, ഒരു നല്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ പറയുന്ന അത് അവള് ഒറ്റയ്ക്കല്ല ചെയ്തത്, അങ്ങനെ പറയും. നല്ലതാണെങ്കിൽ അങ്ങനെ പറയും. മോശം എടുത്താണ് ഞാൻ പറയും തന്നെ അത് സ്ത്രീ ആയതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയെന്ന്. ആ ഒരു രീതി നമ്മൾ ആക്ച്വലി ഈ കോമൺ ടോക്കിന് സാധാരണ ലൂസ് ടങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറുതെ ഉള്ള ഈ സംസാരത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു പോകണം. നമ്മൾ ആക്ച്വലി നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജാണ്, ആ മെസ്സേജിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം കുറേ ക്രിറ്റിസിസം, ഇപ്പം ഇതിൽ തന്നെ എന്തെല്ലാം ക്രിറ്റിസിസം വരാം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ലക്ഷ്യം ഒരു നോബൽ കോസ് ആണെങ്കിൽ നമ്മൾ ഇതൊന്നും വകവെക്കത്തില്ല. ഇതിലകത്ത് ഓക്കെ അതുണ്ട് കാര്യം. നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ജെൻഡർ ഡിഫറൻസിൻ്റെ പ്രോബ്ലം, ഒരാണും പെണ്ണെന്നുള്ളൊരു വ്യത്യാസവും, പെണ്ണിന് ആണിൻ്റെ സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വിശ്വാസവും ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന മനോഭാവത്തിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരണം. കാര്യം സംബഡി ഷുഡ് ബെൽഡ് ദി ക്യാറ്റ്. ഒരു പൂച്ചയ്ക്ക് ആരെങ്കിലും മണി കെട്ടിയേ പറ്റൂ. അങ്ങനെ കുറേ പേര് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ പറയുന്നത്, അല്ല പറയാൻ നിർബന്ധിതരാകുന്നത്. അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് ഞാൻ എപ്പോഴും മാഡത്തെ കണ്ടിട്ടുള്ളത് മാഡത്തിൻ്റെ മകനൊപ്പമാണ്. സിനിമയിലും മാഡത്തിൻ്റെ മകൻ ഉണ്ടായിരുന്നു എന്നൊരു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. മകൻ എങ്ങനെയാണ് സിനിമയിൽ കോൺട്രിബ്യൂഷൻ ചെയ്തത്? അവൻ്റെ കോൺട്രിബ്യൂഷൻ ആക്ച്വലി എന്നെക്കാളും കോൺട്രിബ്യൂഷൻ അവനാണ് ചെയ്തതെന്ന് പറയേണ്ടി വരും. കാര്യം അവൻ ത്രൂ ഔട്ട് എൻ്റെ തിരക്കഥ തൊട്ട് ഈ ഷൂട്ട് കഴിഞ്ഞ് സെൻസറിൻ്റെ ടൈം വരെ ജേക്കബ്, എൻ്റെ മോൻ്റെ പേര് ജേക്കബ് എന്നാണ്, അവനുണ്ടായിരുന്നു. 10th പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു മൈക്കിൾ ജാക്സൻ്റെ സോങ് ഡാൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ ഇപ്പം പെയറപ്പ് ചെയ്തു. നല്ല സൂപ്പറായിട്ട്. ഹീസ് എ ഗുഡ് ഡാൻസർ, ഗുഡ് സിംഗർ, നല്ലൊരു ആക്ടറാണ്, ഫുട്ബോൾ പ്ലെയറാണ്, മീൻസ് ഓൾറൗണ്ടറാണ്. അപ്പം അവൻ ഈ സിനിമയിൽ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ എല്ലാ വർക്കും അവനാണ് ചെയ്തത്. ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പം ഫുഡ് എല്ലാവർക്കും എത്തിക്കുക, വെള്ളം എത്തിക്കുക, അവരുടെ കംപ്ലയിൻറ്റ്സ് മുഴുവൻ കേൾക്കുക, ഇത്രയും ഡ്രൈവേഴ്സിനെയും വെഹിക്കിൾസിനെയും മാനേജ് ചെയ്യുക, അവർക്ക് പൈസ കൊടുക്കുക. ഞാനെപ്പോഴും വന്ന് നോക്കുന്നെങ്കിൽ പോലും കൂടുതലും ഞാൻ ക്യാമറയുടെ മുമ്പിലാണ്. അപ്പോൾ ഇത് മുഴുവനും ആ കുട്ടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ ഒരു സ്കില്ല് ഭയങ്കര സ്കില്ലായിട്ട് ആദ്യമൊക്കെ അവന് ഇത്തിരി ഒന്നും പതറിയെങ്കിലും പിന്നെ ഹി ബിക്കം പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ അവൻ ചെയ്തു. അപ്പം പിന്നെ അത് മാത്രമേ യൂസ് എ ഗുഡ് മോട്ടിവേഷൻ, ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. ഞാനും മോനുമായിരുന്നു കൂടുതലായിട്ട് ആ ക്രൂവിനെ മുഴുവനും കൺട്രോൾ ചെയ്തിരുന്നു. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ലായിരുന്നു. ഞാൻ വെച്ച് നോക്കി, പക്ഷേ ആസ് യു നോ അവർ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പം അവർ കൺട്രോൾ ചെയ്യുന്ന കൂടുതലും മണിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എമൗണ്ട് പോകും.
അപ്പം ഹി വാസ് എ സ്ട്രോങ് ഫോഴ്സ് ബിഹൈൻഡ് മീ. ഫോഴ്സ് മോട്ടിവേഷൻ മാത്രമല്ല, അവൻ്റേതായ കോൺട്രിബ്യൂഷൻ നല്ലൊരു കോൺട്രിബ്യൂഷനുണ്ട്. അവന് നല്ലൊരു ഫ്യൂച്ചറും ഉണ്ട്. അത് മീൻസ് ഇത്രയും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവനുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സോ സിനിമയിലേക്ക് മകനെ മാഡം ക്ഷണിക്കുകയാണെന്നാണ്. അതെ അതെ അതെ. താല്പര്യം ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്നാണ്. അല്ല, അവന് നല്ലൊരു ആക്ടിങ് കപ്പാസിറ്റി, ഭയങ്കര ഹീസ് എ ഗുഡ് ആക്ടർ, ഗുഡ് ഡാൻസർ. അവന് നല്ലൊരു ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്നൊക്കെ അവനെപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല, അവന് നല്ലൊരു ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ മേ ബി ഐ വിൽ ബ്രിങ് ഹിം ടു ദി ഫിലിം ഫീൽഡ് ഇറ്റ്സെൽഫ്. ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ്. ഡെഡിക്കേഷൻ ഇല്ലാതെ നമ്മൾ അതിൻ്റെ മേലിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എഡ്യൂക്കേഷൻ ഇസ് ദ ബേസ്. നമുക്ക് ഒരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ട് കല നമുക്ക് ഫീഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമയുടെ പുറകെ നടക്കുമ്പോൾ മോൻ്റെ എഡ്യൂക്കേഷനൊക്കെ ഞാനാണ് അവൻ്റെ എഡ്യൂക്കേഷൻ, പിന്നെ സബ്ജക്റ്റ് എല്ലാം ഞാനാണ് അവനെ പഠിപ്പിച്ചത്. മാത്സിന് എനിക്ക് മാത്സിന് ഞാൻ വീക്കാണ്. ഞാൻ വീക്കായ നീന്തലറിയാത്ത ഒരാളെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാത്സിനും അവൻ ട്യൂഷൻ പോകുന്നുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ ആള് താരമാണോ? സ്കൂളിൽ താരമാണ്. ടീച്ചേഴ്സിനെല്ലാം ഇഷ്ടമാണ്, താരമാണ്. ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവുന്നുള്ള ഒരു നെഗറ്റീവ്. ഓൾറെഡി ആള് എല്ലാത്തിനും ഓൾറൗണ്ടർ ആയിട്ട്. അതെ, ഇപ്പൊ സിനിമയിലും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ ഡ്രാമാസിലും ഡാൻസിനെല്ലാം സ്കൂളിൽ നല്ല ആക്റ്റീവാണ്. ഹായ് ജേക്കബ്. അപ്പോൾ അമ്മയുടെ കൂടെ ഇങ്ങനെ സിനിമാ ലോകത്തിലേക്ക് വന്നു, താരമായല്ലേ സ്കൂളിലൊക്കെ. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? എത്രയാ പഠിക്കുന്നേ? 10ലായി. അപ്പൊ പരീക്ഷയൊക്കെ ക്രൂഷ്യൽ ആയിരിക്കുമല്ലോ. ഈ അഭിനയവും ഇതിന്റെയൊക്കെ കൂടെ സിനിമ കോർഡിനേഷനും എല്ലാം കൂടെ സിനിമ പഠിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല പഠിക്കുന്ന കുട്ടിയാണോ? സ്കൂളിൽ പഠിപ്പിച്ചാണ് 80-90 വരെ പെർസെന്റേജ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയാലും പിന്നെ അത് മതി ധാരാളം. സ്കൂളില് കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സർവോദയ. അറ്റൻഡൻസ് ഇല്ല എന്നുള്ള ഒരു പരാതി ക്ലാസ് ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒക്കെ പറയെങ്കിലും അറ്റൻഡൻസ് പറയുന്നുണ്ട്. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ. പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ പോകുമ്പോഴേ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ലൊക്കേഷൻ പറഞ്ഞു തരാൻ അവനുണ്ടെങ്കിലേ പറ്റൂ. രണ്ടും കൂടെ ലൊക്കേഷനും നോക്കി ഡ്രൈവ് ചെയ്യുന്ന എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം മെയിൻ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴും ജേക്കബ് എൻ്റെ കൂടെ വന്നേ പറ്റൂ. അമ്മയുടെ സിനിമകളിൽ അഭിനയിക്കുള്ളതോ സിനിമ സ്വതന്ത്രമായിട്ട്? അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അഭിനയിക്കാൻ താല്പര്യമുണ്ട് നേരത്തെ. അമ്മ സിനിമ എടുക്കുന്നതിന് മുമ്പേ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ബാലതാരമായിട്ട് അഭിനയിച്ചില്ല? അവൻ ഖത്തറിലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം വരെ ഖത്തറിൽ ഞാൻ കെമിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇവൻ അവിടെ ഖത്തറിലാണ് ജനിച്ചത്. ഞാൻ അവിടെ കെമിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ സിനിമയ്ക്ക് നാട്ടിൽ വന്നെങ്കിലേ നടക്കൂ എന്നുള്ളത് കൊണ്ട് റിസൈൻ ചെയ്ത് വന്നതാ. അതിനു വേണ്ടിട്ട് റിസൈൻ ചെയ്ത് വന്നതാ. അപ്പൊ എന്ത് തോന്നി അമ്മ അങ്ങനെ റിസൈൻ ചെയ്തു പെട്ടെന്ന്? ആ ഒരു ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിൽ നല്ലത്. അമ്മ അന്നേരം ജോലി സമയത്ത് ഒരുപാട് സ്ട്രെസ് ആയിരുന്നു. അമ്മ ഒരുപാട് അറിഞ്ഞൊരു മകനാണല്ലേ. എന്റെ ഒരു സോൾമേറ്റ് ആണ് അവൻ. സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഇത്രയും നാള് ജോലി ചെയ്തു, എങ്ങോട്ടെങ്കിലും ഞങ്ങളുടെ ജീവിതമെങ്കിലും സന്തോഷം ഒരു സ്വപ്നത്തിന്റെ പുറകെ പോട്ടെ. വേറൊരു നാട്ടിൽ നിന്ന് ഇപ്പൊ പെട്ടെന്ന് കേരളത്തിലോട്ട് വന്നു, എങ്ങനെ തോന്നുന്നു? അറ്റ്മോസ്ഫിയറും അഡ്ജസ്റ്റബിൾ ആണോ? ഞാൻ കേരളത്തോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഖത്തറിൽ കുറെ നാളോട് നിൽക്കുമ്പോ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇവിടെ 2 വർഷം കഴിഞ്ഞപ്പോ ഞാനങ്ങ് മടുത്തു. അവിടുത്തെ ഫെസിലിറ്റീസും ഒന്നുമില്ലല്ലോ. പക്ഷെ പിന്നെ മനസ്സിലായി അവിടെ പോയിട്ടും കാര്യമില്ല. പിന്നെ പഠിത്തമായാലും എല്ലാം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു. ട്യൂഷൻ ആയാലും സ്കൂളായാലും അവിടെ ഭയങ്കര സ്ട്രെസ്സാണ്. രാവിലെ 3 മണിക്ക് എണീക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 6 മണിക്ക് എണീറ്റാൽ മതി. സ്കൂളിൽ നിന്ന് ലേറ്റ് ആയിട്ട് പോയാൽ മതി, ഓ അതെ, ലേറ്റ് ആയിട്ട് പോയാൽ അതുകൊണ്ടാണ് ഇഷ്ടം. അവിടെ 3:30 എണീറ്റ് 4 മണിക്കുള്ള ബസ്സിൽ പോകണം. കാര്യം ഞങ്ങളുടെ കമ്പനി അക്കോമഡേഷനും സ്കൂളിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. പിന്നെ ഒരു 4 ഭിത്തിക്കുള്ള ഒരു ഇതല്ലേ ഉള്ളൂ, ഒരു എക്സ്പോഷർ ഇല്ല. ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്.
പക്ഷെ അവൻ ആളുകളിലേക്ക് ഇടപെടാനും അവർ പറയുന്നത് ശരിയാണോ കള്ളമാണോ പിന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ അവന് മനസ്സിലായി ആരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് അറിയണം. പല ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. സേഫ് സോണിൽ നിന്ന് മാറിയപ്പോൾ കുറച്ചുകൂടെ കുറെ കൂടെ സ്കില്ല് ഡെവലപ്പായി. അല്ല ഇപ്പൊ ഇത്ര ചെറുപ്പത്തിലെ അറിയുന്നത് നല്ലതാണ്. അതെ അതെ. അല്ല എനിക്കത് ആഗ്രഹമായിരുന്നു. കാര്യം അങ്ങനെ വളർന്നാലും നമ്മുടെ കൾച്ചറായിട്ട് മനസ്സിലാവത്തില്ല. അവൻ നാട്ടിലും വന്ന് കാര്യങ്ങൾ നമ്മുടെ കൾച്ചർ മനസ്സിലാവണം, നമ്മുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാവണം. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ അവിടുത്തെ ഇപ്പോഴും ഓരോ വെക്കേഷൻ അവർ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഡിസംബറിലേക്ക് വെയിറ്റ് ചെയ്യുക. അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഫ്രണ്ട്സ് ആണോ അവിടുത്തെ ഫ്രണ്ട്സ് ആണോ ഏറ്റവും ഇഷ്ടം? ആണല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ കുട്ടികളൊക്കെ നല്ലല്ലേ? ഓക്കെ. അവിടെ അണ്ടർ വൺ റൂഫ് നമുക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടും. കാര്യം ഞങ്ങളുടെ കമ്പനി അക്കോമഡേഷൻ ആയതുകൊണ്ട് എല്ലാ ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. കുട്ടികൾ ഒരു 10-30 കുട്ടികൾ ഡെയിലി അവിടെ ഉണ്ടാവും. ഇവിടെ ഞാനും വല്ലപ്പോഴല്ലേ ഇവരെ കളിക്കാൻ വിടത്തുള്ളൂ. കാര്യം വീട്ടിൽ നിന്ന് ടർഫിലൊക്കെ പോകാനായിട്ട് നല്ല ദൂരമുണ്ട്. വല്ലപ്പോഴൊക്കെ കൊണ്ടുവിടും. അപ്പൊ അങ്ങനെയാണ്. സിനിമയിൽ ഡാൻസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എന്താണ്, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ല ഡാൻസ് ചെറുതായിട്ടല്ല, നല്ലൊരു ഡാൻസ് അല്ല. ഒരു സോങ്ങിന്റെ ഇടയ്ക്ക് വരുന്നത്, മലയാളം സോങ്ങിന്റെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് സോങ് കൂടെ മേർജ് ചെയ്ത് വരുന്നത്. മലയാളം ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു? പഠിക്കുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെ. ഇല്ല, ഇവിടെ വന്നും കുറച്ച് പഠിച്ചു. ഒരു 2 വർഷം പഠിച്ചു. കഴിഞ്ഞ 2 വർഷമൊക്കെ പഠിച്ചു. ഇത് സോങ് അവൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തു, സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തു. അടിപൊളി, സൂപ്പർ ആയിരുന്നു. അപ്പം പിന്നെ ഇപ്പോഴേ തുടങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്ന ബാലതാരങ്ങളുണ്ട്, സിനിമ സംവിധാനം ചെയ്യുന്ന ചെറിയ കുട്ടികളും, പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ശരിക്കും നല്ലൊരു ഓൾറൗണ്ടർ ആയിട്ട് തീർന്നവൻ. നല്ലൊരു മോനെ കിട്ടി, നല്ലൊരു അമ്മയും കിട്ടി അല്ലേ? അവൻ എന്നെയാണ് ഇപ്പോഴും നല്ലൊരു അമ്മയെ കിട്ടും. ഞാൻ പറഞ്ഞു മോനെ നിന്നെ കിട്ടിയോണ്ടാണ് ഞാൻ നല്ലൊരു അമ്മയെ. സോ വി ആർ കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. അവൻ എന്റെ സോൾമേറ്റ് തന്നെയാണ്. അതെ, ഏറ്റവും നല്ല ഫ്രണ്ട് അമ്മയാണോ? ആണാണ്. അമ്മയുടെ കൂടെ എന്റെ മനസ്സിൽ എന്റെ മുഖം വാടിയിരുന്ന അവൻ മനസ്സിലാക്കി എന്താ വിഷമം, അങ്ങനെ അവനറിയാം. അത്രയ്ക്ക് വളരെ ഒരു വേവലെന്ത് അവനെ അറിയാം. ഓക്കെ. അപ്പൊ എന്തായാലും സിനിമയിലുണ്ടാവുമല്ലോ. ഇപ്പൊ സിനിമയിൽ ഇപ്പം നെപ്പോട്ടിസം ഒക്കെ ഉള്ളൊരു സമയമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നായകൻ റോളിൽ വരുന്ന മിക്ക ആളുകളും ഈ പറയുന്ന മെഗാസ്റ്റാറുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ മക്കളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയ ഒരു സിനിമ എടുത്തു, നമ്മൾ അതിൽ കൂടെ വന്നു, അങ്ങനെ ഒരു ഭയമുണ്ടോ? ഇനി നായകന്റെ റോളൊക്കെ കിട്ടിയില്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവുമോ? ഒന്നാമത് അവനെ ചെറിയ സിനിമയായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമത് അവൻ നായകൻ തന്നെയാണ് അവന്റെ മനസ്സിൽ. എന്റെ മനസ്സിലും അവന്റെ മനസ്സിലും അവൻ നായകൻ. അങ്ങനെയാണോ? അമ്മ പറഞ്ഞത് ശരിയാണോ? സിനിമ ഏത് റോൾ കിട്ടിയാലും അഭിനയിക്കാം, അങ്ങനെയാണോ? പക്ഷെ എനിക്ക് തോന്നുന്നു അഭിനയ സാധ്യത കൂടുതലുള്ളത് എപ്പോഴും വില്ലൻ റോള് തന്നെയാണ്. അത്ര എത്തിയില്ലല്ലോ. ഇനിയിപ്പോ ഒരു 16 വയസ്സുകാരനാ ഒരു വില്ലൻ ആവാനുള്ള, പക്ഷെ ഏത് റോളും ചെയ്യും. എനിക്ക് മനസ്സിലായി അവൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, കാലിബർ ഉണ്ട്. ഓക്കെ. അപ്പൊ സിനിമയിൽ ഇന്ന് നായകനൊക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലേ? ഭാവിയിൽ അങ്ങനെ നല്ല നായകനെ കൂടെ കിട്ടട്ടെ. ആ നായകന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇന്റർവ്യൂ കൂടെ ആയിരിക്കും. സന്തോഷം. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, അഭിനയം, പാട്ട്, അതിലെല്ലാം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഇതിൽ നായിക എന്ന നിലയ്ക്കാണോ സ്വയം ഇഷ്ടപ്പെടുന്നത്? നായിക എന്ന നിലയ്ക്കാണോ? സിനിമയിലെ നായികയാണോ, സംവിധായികയാണോ, തിരക്കഥാകൃത്തിനെയാണോ? ഈ സിനിമയിലെ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ചോദിച്ചാൽ ഒരു അമ്മയോട് ചോദിക്കുകയാണ് 5 മക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പറയാൻ പറ്റുകയില്ല. ഇളയ കുട്ടിയോടായിരിക്കും കൂടുതൽ ഇഷ്ടം. കാര്യം അതല്ലേ ഒന്നുകൂടെ ഒന്ന് വളർന്നു വരാൻ സമയം എടുക്കുന്നത്. കുറച്ചൊക്കെ കൊഞ്ചിക്കുന്ന ഇളയ കുട്ടിയായിരിക്കും. അതർവൈസ് ഒരു അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ഏത് മക്കളാണ് ഏക്കളോടാണ് എനിക്കിഷ്ടം. ഇഷ്ടങ്ങൾ കാണും, വ്യത്യാസം. എനിക്ക് ഞാൻ ചെയ്ത ഈ എല്ലാ ഇതും എൻ്റെ എക്സ്പ്രഷൻസാണ്, എനിക്കിഷ്ടമാണ്. സോങ്ങൊക്കെ എഴുതുമ്പോൾ ഞാൻ ആ ലോകത്താണ്. ഭയങ്കര കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആരോടും മിണ്ടത്തില്ല, ആ ലോകത്തായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ മനസ്സിൽ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും കുറേ ദിവസം ആ ക്യാരക്ടറായിരിക്കും ഞാൻ. അപ്പം ഡയറക്ഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറേ ആളുകളുടെ ടീമിൻ്റെ ആവശ്യം വരുന്നത്.
അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷനോട് ചിലപ്പോൾ എത്തുകയല്ല. കാര്യം ആ ടീം അല്ലെങ്കിൽ ക്യാമറാമാനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു കുറേ കാര്യം. ബാക്കി എല്ലാത്തിലും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ആക്ടിങ് ആണെങ്കിൽ ഞാൻ ഒരു റിഹേഴ്സലും ഇല്ലാതാണ് ആക്ടിങ് ചെയ്തത്, ഒരു റിഹേഴ്സലും. പിന്നെ എഴുതിയ കോളേജ് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴും ആ ലൈൻസ് ഞാൻ എഴുതിക്കൊണ്ട് എനിക്ക് ലൈൻസ് ഓർമ്മ ഉണ്ടെങ്കിലും ബൈ ഹേർട്ടഡ് അല്ല. അപ്പം ജസ്റ്റ് അന്നേരം നോക്കി അഭിനയിക്കുക, ആ ക്യാരക്ടർ ആവാനുള്ള സമയം പോലും എടുക്കാതെ അഭിനയിക്കും. പക്ഷേ ഞാൻ ഹാഡ് ഡൺ ഇറ്റ് വെൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിങ് തന്നെയാണ്. ആക്ടിങ് എനിക്ക് പണ്ടേ എൻ്റെ നടിയാണ്. അപ്പോൾ സിനിമയിൽ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ, ഞാനൊരു ഹൈസ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി ലെവൽ വരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കഥാപാത്രമായി മാറുക ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഈസിയാണ്. എനി ടൈം ഐ ക്യാൻ കം ടു ദാറ്റ് ഒരു ക്യാരക്ടർ ആവാൻ. അത് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഡയറക്ഷൻ. എനിക്കത് ബുദ്ധിമുട്ടായിട്ട് ഏറ്റക്കുറച്ചിലുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്ന പല ഏരിയകളും ഡയറക്ഷനില്ലാത്ത ക്യാമറ ആംഗിളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സോങ്സ് എഴുതാനും അത് മ്യൂസിക് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന മറ്റൊരാളാണെങ്കിലും അത് ഏത് മൂഡാണ് വേണ്ടത്, എനിക്ക് ഏതാണ് ടോൺ വേണ്ടതെന്ന് പറഞ്ഞിട്ട് സോങ് എഴുതുമ്പോൾ എനിക്കിഷ്ടമാണ്. കഥ എഴുതുന്നത് ഇഷ്ടമാണ്. കഥയുടെ ലോകത്ത് കിടന്ന് ലോസ്റ്റ് ഇൻ സ്റ്റോറീസ്, കഥയുടെ ലോകത്ത് നിന്ന് നമ്മൾ കയറിയിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസത്തേക്ക് ഞാൻ ആ ഒരു സ്പിരിറ്റിലായിരിക്കും. ഐ ലവ് ഓൾ ദിസ്. എൻ്റെ എല്ലാ എക്സ്പ്രഷൻസും എനിക്കിഷ്ടമാണ്. ഇനിയും എന്തെങ്കിലും എക്സ്പ്രഷൻസ് എനിക്ക് ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഇതുവരെ സീരിയസ് അല്ലായിരുന്നു. വേറൊരു സീരിയസ് ആവണ്ട, നമ്മുടെ ലൈഫിൽ സീരിയസ് ആവണ്ട. ബി ഹാപ്പി ആൻഡ് ബി ഫ്ലെക്സിബിൾ ഓൾവേസ് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ അറിയാതെ സീരിയസ് ആയി. അല്ല, അത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പണ്ട് ചിലപ്പോൾ ഒരിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഇന്റർവ്യൂസിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ക്ലീഷയാണ്, പക്ഷെ ഓരോ സിനിമയ്ക്കും ഇതിന്റെ ഉത്തരം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ആ ചോദ്യം ഒരു വ്യത്യസ്തമാക്കി. അതായത് ഇപ്പോൾ നമ്മുടെ ചാന്തുപൊട്ട് സിനിമ ഇറങ്ങിയ ശേഷം ദിലീപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് പല വേദികളിലും, ആ ക്യാരക്ടർ രാധാകൃഷ്ണൻ എന്നുള്ളൊരു ക്യാരക്ടർ എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറെ നാള് അനുഭവിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് കുറെ അറ്റാക്കിംഗ് സീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയാ, അങ്ങനെ ഒരു മോളസ്റ്റിംഗ് സീനുണ്ട്, തിരിച്ച് റിവെഞ്ച് ചെയ്യുന്ന സീനുണ്ട്. അപ്പൊ ഒരു ലേഡിയുടെ സ്ട്രെങ്ത് കാണിക്കുന്ന സീനുണ്ട്. ഈ സോഫി ടൈറ്റസ് എന്ന ആളിൽ നിന്ന് കഥാപാത്രത്തിലോട്ട് പിന്നീട് പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ എത്ര സമയം എടുത്തു? ഇത് നല്ലൊരു ചോദ്യം. കാര്യം തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മുടെ ആ ക്യാരക്ടർ കുറച്ചു നാളും കൂടെ പ്രോലോങ് ചെയ്യും. എസ്പെഷ്യലി ബിന്ദു എന്നുള്ള ക്യാരക്ടർ തൊഴിലുറപ്പ് സംഘത്തിൽ നിന്ന് വരുന്ന ലേഡിയാണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് കുറച്ച് ഫൗൾ ലാംഗ്വേജ് എന്ന് പറയുന്ന രീതിയിൽ ലോക്കൽ ലാംഗ്വേജിൽ കുറച്ച് ചീത്തയൊക്കെ കലർന്ന ലാംഗ്വേജ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നിട്ട് എനിക്ക് കുറച്ച് നാൾ അത് വീണ്ടും എൻ്റെ വായിൽ അങ്ങനെ തന്നെ ഒരു ഫ്ലോ. എസ്പെഷ്യലി നമ്മൾ ട്രാഫിക്കിലൊക്കെ ചെന്ന് ആരെങ്കിലും നമ്മൾ ലൈറ്റ് അടിക്കുക, ഓവർടേക്ക് ചെയ്യുക എന്നൊക്കെ ചെന്ന് പെട്ടെന്ന് നമുക്ക് ആ ലാംഗ്വേജ് പുറത്ത് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, മമ്മി വാട്ട് ആർ ഡൂയിങ്? ഞാൻ പറഞ്ഞു, ബിന്ദുവിനെ എനിക്ക് ഇഷ്ടമാടാ. ബിന്ദു ആയിക്കഴിഞ്ഞല്ലോ. ബിന്ദുവിൽ നിന്ന് മാറാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം. നമ്മളൊരു പോളിഷ്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക് ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിച്ചേ സംസാരിക്കും. പക്ഷെ ബിന്ദുവിന് അങ്ങനെ ഒരു ഇല്ല. ഷീ ഈസ് നോട്ട് കെയറിങ് ഫോർ എനിബഡി. അവളുടെ ലോകത്തെ അവളുടെ രാജാവ് അവള് തന്നെയാണ്. മറ്റേ രാജാവല്ല, രാജ്ഞി. അപ്പം അവള് ആ ഒരു ലാംഗ്വേജ് എൻ്റെ വായിൽ നിന്ന് പോകാൻ കുറെ സമയം എടുത്ത്. അതൊരു ഫ്രീഡം ഉണ്ടല്ലോ, നമുക്ക് എന്തും സംസാരിക്കാൻ എന്തും പറയാം. ആ ഒരു ഫ്രീഡം മാറാനും അവളുടെ ആക്ഷൻ എൻ്റെ കയ്യിൽ നിന്ന് മാറാനും കുറച്ച് സമയം എടുത്തു മാറി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകണ, ഈ വീട്ടുകാരൊക്കെ ഇത്ര നാളെ ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്. അത് വല്ലതും ചോദിച്ചു, നിനക്ക് എന്തോ ഈയിടെയായിട്ട് ആരെങ്കിലും കൂടുതൽ. ഞാൻ പറഞ്ഞു, അല്ലാതെ കുറച്ചാൾ നിന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ആൾക്കാർക്ക് വീട്ടുകാർക്കൊക്കെ തോന്നി അടുത്ത് ഇടപെടുന്നത് ഇങ്ങനെയല്ലല്ലോ. എന്നിട്ട് ജേക്കബ് എന്നോട് ചോദിച്ചു, മമ്മി എല്ലാവരോടും അങ്ങോട്ടൊന്നും വഴക്കുണ്ടാക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഒരു മൂഡ് സുഖമായിരുന്നു കേട്ടോ, ഒരു രസമായിരുന്നു. അതൊരു കുറച്ച് നാളെ നീണ്ടു നിന്നു. ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടറിന്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സംസാരിക്കാൻ, അതെനിക്ക് ഇഷ്ടമായി. അതപ്പം നിലനിർത്തുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നുണ്ട്. ഒരു ഫ്യൂ പെർസെന്റേജ് ഇപ്പോഴും എൻ്റെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കളയാൻ തോന്നിയിട്ടില്ല. ഒരു സുഖമുണ്ട്.
നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ജേർണലിസ്റ്റിനുള്ളതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, അത് ഇങ്ങനെ എന്താ പറയാ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവൾക്ക് ആ ഒരു പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവരുടെ ആ ഒരു ഇതാണ്. അവളുടെ ക്യാരക്ടറിനകത്ത് അവള് മുന്നും പിന്നും നോക്കാത്തൊരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ ഒരു ബോൾഡ്നെസ് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഒരു ഹൈ സൊസൈറ്റി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. 100 പ്രാവശ്യം ചിന്തിക്കണം. പ്രേക്ഷകര് അത് ആ സിനിമ നമ്മൾ ഉൾക്കൊണ്ട പോലെ തന്നെ ഉൾക്കൊള്ളണം, നിർബന്ധമില്ല. അപ്പൊ അതിൽ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരുടെ ഫ്രീഡം നമ്മൾ കൊടുക്കണം. അവര് ഒരിക്കൽ ഞാനൊരു സിനിമ എൻ്റെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്താൽ പിന്നെ എൻ്റേതല്ല, അത് പ്രേക്ഷകരുടേതാണ്. പ്രേക്ഷകരിന് പ്രതികരിക്കാനും എഴുത്തുകാരൻ മരിച്ചു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സെയിങ് ഉണ്ടല്ലോ. എനിവേ ഗുഡ്, ദാറ്റ്സ് അതാണ് നമ്മുടെ സിനിമ നമ്മൾ ലോകത്തേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്ത് പിന്നെ പ്രേക്ഷകരുടെയാണ്. പ്രേക്ഷകർ എങ്ങനെ വേണമെങ്കിലും റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് പ്ലസ് ഓർ മൈനസ് എന്തായാലും ഉണ്ടാകും. കാര്യം നമ്മുടെ 5 പേരിൽ തന്നെ 5 ഡിഫറെൻ്റ് ഇതാണ്. അപ്പം ആ ഒരു സൊസൈറ്റിയിലും ഇത് എൻ്റർലി ഡിഫറെൻ്റ് റിയാക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടറിനെ എല്ലാവരും ഇഷ്ടപ്പെടും. കാര്യം എല്ലാ സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. മെസ്സേജും അതിൻ്റെ മെസ്സേജും അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ എല്ലാവർക്കും റിലേറ്റ്. ഇത് ഞാനാണ് എന്ന് പറയുന്നവരായിരിക്കും കാണുന്ന സ്ത്രീകളിൽ ഒരു ഭൂരിപക്ഷം പേരും. എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അല്ലേ, അങ്ങനെ ഒരു ആണ് എല്ലാവർക്കും. കാര്യം നമ്മുടെ കോണ്ടസ്റ്റേ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് എന്റെ കഥയാണ്. എല്ലാവരും ഒന്ന് പോയി കാണണം. തീർച്ചയായിട്ടും എല്ലാവരും സ്ത്രീകളെല്ലാവരും കാണണം. മെസ്സേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ മാഡം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് പ്രതികരിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ നോയും പറഞ്ഞ് പ്രതികരിച്ച് പോകുന്ന ആ ഒരു മെസ്സേജ് നമുക്ക് എന്തുവാനും ആ മെസ്സേജ് മാത്രമല്ല, ലൈഫിനെ എങ്ങനെ കാണണം, ലൈഫിനെ എങ്ങനെ നേരിടണം, ലൈഫിനെ എങ്ങനെ ആസ്വദിക്കണം, ഇത് അത്യാവശ്യമാണ്. അതൊരു പുരുഷനല്ല സ്ത്രീയല്ല പുരുഷനല്ല എല്ലാവരും കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യം വേറൊരാൾ പറയുമ്പോഴാണ് നമ്മൾ ശരിയാണല്ലോ നമുക്ക് നമ്മളെ ഒന്ന് ഉറപ്പിക്കുന്ന ചിലപ്പോൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലെ നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ വിചാരിക്കുമോ ഞാൻ മാത്രം ഇത് കൊണ്ടു നടക്കുക. പക്ഷെ വേറൊരാൾ പറയുമ്പോഴേ ഹീസ് ഓൾസോ തിങ്കിങ് ദാറ്റ്, ഷീ ഈസ് ഓൾസോ തിങ്കിങ് ദ സെയിം വേ. അപ്പം നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് സോൾവ് ചെയ്യാം എന്ന് നമ്മളൊരു ഉറപ്പിട്ട് കൊടുക്കുക. അറിയാമെങ്കിൽ പോലും ഒരാൾ ഉറപ്പിക്കുമ്പം അതിൻ്റെതായ ഒരു സുഖമുണ്ട്. ഈ സിനിമയെ കുറിച്ച് ആരോടും പറയാത്തൊരു രഹസ്യം എന്തായിരിക്കും അത്? ആരോടും പറയാത്തൊരു രഹസ്യം ഈ സിനിമയുടെ കഥയിലുള്ളതോ? എന്തെങ്കിലും ഇനി ഇതുവരെ എടുത്ത ഇന്റർവ്യൂസിലോ അതല്ല ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യം. ആ ബിന്ദുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതാണ് ആരോടും പറയാത്ത രഹസ്യം. ഞാനതല്ലാന്ന് ആക്ട് ചെയ്താൽ പോലും ബിന്ദു എൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ബിന്ദു കൊണ്ട് നടക്കുന്നു. ബിന്ദുവിനെ എനിക്കിഷ്ടമാണ്. അതാണ് രഹസ്യം. അതെ. എന്നാണ് സിനിമ റിലീസ്? ഇനി ഞാൻ ഡേറ്റ് എടുക്കാൻ ഈ മാസം എൻഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. കുറച്ചുകൂടെ പ്രൊമോഷൻ്റെ വർക്ക് ബാക്കിയുണ്ട്. വൺസ് ആ പ്രൊമോഷൻ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പോയി ഡേറ്റ് എടുക്കുക. അതായത് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് എന്നാണ് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തത്. ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഒരു 5-6 അവാർഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഫിലിം ഫെസ്റ്റിവലിന്. ആക്ച്വലി ഈ ലാസ്റ്റ് കൊടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല. സെൻസറിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡേറ്റ് അറിയുന്നത്. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് കമ്മിങ് ഇതിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം നമ്മളോടൊത്ത് ചെലവഴിച്ചതിന് വളരെ നന്ദി. മലയാള സിനിമയിൽ ഇനി അടുത്തൊരു പ്രതിഭ കൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കണം. അവർ നൽകുന്ന മെസ്സേജ് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് പിന്തുണ എല്ലാ രീതിയിലുമുള്ള പിന്തുണ നമ്മൾ കൊടുക്കണം. 2025 അവസാനം എത്തിയിരിക്കുകയാണ്. 26 സോഫി ടൈറ്റസിൻ്റെത് കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി കാണണമെന്നും എന്താ പറയുക അതിൻ്റെ മെസ്സേജ് ഉൾക്കൊള്ളണമെന്നും ഞാൻ പറയുകയാണ്. ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച മാഡത്തിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.